കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 8 നമ്മൾ ശ്ലോകം 31 ചെയ്തു. ഇന്നലെ പിങ്കളയുടെ കഥയാണല്ലോ നമ്മൾ ചെയ്യണത്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞ് നിർത്തിയത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഈ ബാലിശമായിട്ടുള്ള എൻ്റെ ഈ ഒരു ബുദ്ധി കാരണം ഏത് സമയം വേണമെങ്കിൽ മരണം വന്ന് വിഴുങ്ങാവുന്ന മനുഷ്യരിൽ നിന്ന് സുഖം കെട്ടുന്ന ഞാൻ വെറുതെ മോഹിച്ചുല്ലോ. എപ്പോഴും ആനന്ദസ്വരൂപനായിട്ടുള്ള ജഗദീശ്വരൻ ഭഗവാൻ തന്നെ എൻ്റെ ഉള്ളിൽ ഉണ്ട്. എന്ത് വേണമെങ്കിൽ എനിക്ക് നൽകാൻ ഭഗവാനെ തന്നെ നൽകാൻ തയ്യാറായിട്ടുള്ള ആ രമണനെ അല്ലേ, ഈ രമണം എന്ന് പറഞ്ഞല്ലോ, ആ രമണനെ വിട്ടിട്ട് ദുഃഖവും ഭയവും മനസ്സിൻ്റെ വിഷമങ്ങളും അതായത് ആഗ്രഹങ്ങളും ഒക്കെ നൽകുന്നു വിചാരിച്ചിട്ട് ഇവയുടെയൊക്കെ ഉറവിടമായ മനുഷ്യദേഹം, അതായത് ദുഃഖത്തിൻ്റെയും ഭയത്തിൻ്റെയും രോഗത്തിൻ്റെയും ആഗ്രഹങ്ങളുടെയും ഉറവിടമായിട്ടുള്ള ഈ മനുഷ്യദേഹത്തെയാണ് ഞാൻ ഇതുവരെ ആഗ്രഹിച്ചത്. അതിൽ അങ്ങനൊരു മനുഷ്യൻ ഭഗവാൻ തന്നെ ഉള്ളിൽ വിളങ്ങുമ്പോൾ ആ ഭഗവാനെ മറന്ന് വളരെ എപ്പോൾ വേണമെങ്കിൽ നശിക്കാവുന്ന ദേഹത്തോടു കൂടിയ ദുഃഖത്തിൻ്റെയും ഭയത്തിൻ്റെയും കലവറയായിട്ടുള്ള ആ മനുഷ്യദേഹത്തിനെയാണല്ലോ ഞാൻ സുഖം തരുമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ പിന്നാലെ പോയത് ഇത്ര കാലം എന്നാണ് ഭയങ്കര നിരാശയും വൈരാഗ്യം വന്നു കേട്ടോ. പിങ്കളയ്ക്ക് ഈ 32 കഷ്ടം. ഞാൻ അങ്ങനെ എൻ്റെ ജീവിതം എൻ്റെ കഴിഞ്ഞു, അങ്ങനെ ഞാൻ നിന്ദ്യമായിട്ടുള്ളൊരു ജീവിതം എൻ്റെ ഇതുവരെ നയിച്ചുല്ലോ എന്ന് തന്നെ ദുഃഖമുണ്ട് കേട്ടോ. 32 വായിക്കാം. അഹോമയാത്മാ പരിതാപിതോ വൃഥ സാംകേത്യവൃത്യാദി വിഗർഹ്യവാർത്തയാ സ്ത്രൈണന്നരാദ്യാർത്ഥ തൃശോനുശോച്യാത് ക്രീതേന വിത്തം രതിമാത്മനേച്ഛതി. 32 എന്താ പറയണത്? ഞാൻ ഏതൊരു ഞാൻ സ്ത്രൈണം, അതായത് ഭയങ്കര സ്ത്രീലമ്പടനും സ്ത്രൈണാം നരാത് അർത്ഥദൃശ, അതായത് സ്ത്രീകളിൽ വളരെയധികം ആവേശമുള്ളവനും ധനം ആഗ്രഹിക്കും, അനുശോച്യാത് ദുഃഖം തന്നെ അർഹിക്കുന്നവനും, നരാത് മനുഷ്യനിൽ നിന്നും, ക്രീതേന വിലയ്ക്ക് ക്രീതേന ആത്മനാൽ ഞാൻ എൻ്റെ ശരീരം വിറ്റിട്ടാണല്ലോ പൈസ ഉണ്ടാക്കണേ അല്ലേ ഈ പ്രോസ്റ്റിറ്റ്യൂട്ട്സ്. അപ്പോൾ ക്രീതേന ആത്മന വിലയ്ക്ക് കൊടുത്ത ശരീരത്തിൽ വിത്തം ധനത്തിനെയും ഈ രതിസുഖത്തിനെയും ഇച്ഛതി ആഗ്രഹിച്ചുവോ അതിവിഗർഹ്യ വാർത്തയാ. ഇങ്ങനെ വളരെ നിന്ദ്യമായ ഉപജീവനത്തോടു കൂടിയ സാങ്കേത്യവൃത്തിയ, അതായത് ബാക്കി സാങ്കേതികവൃത്തി പറഞ്ഞാൽ എന്താ, രഹസ്യമായിട്ട് അന്യപുരുഷന്മാരോട് രതിക്രിയ ചെയ്യുക എന്ന തൊഴിലാണല്ലോ ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ. മയ എന്നാൽ ആത്മാദേഹം വൃഥ, ഞാൻ വെറുതെ എൻ്റെ ഈ ദേഹത്തിനെ കളഞ്ഞു, വ്യർത്ഥമായി പരിതാപിത കഷ്ടപ്പെടുത്തി ഈ ഇത്രയും കാലം. അഹോ കഷ്ടം, അത്രയ്ക്ക് വളരെ ദുഃഖമായി. ശരിക്കെന്നെ പശ്ചാത്തപിക്കുന്നുണ്ട്. എന്താ അറിയോ, അത്യന്തം നിന്ദ്യമായിട്ടുള്ള ഈ കർമ്മം, അതായത് സ്ത്രീകളിൽ വളരെ സ്ത്രീലമ്പടന്മാരും പിശുക്കന്മാരും ധനാഗ്രഹികളുമായിട്ടുള്ള മനുഷ്യനിൽ നിന്ന് പണവും സുഖവും കൊതിച്ച് ഞാൻ എൻ്റെ ഈ ജീവിതം മുഴുവൻ ഞാൻ അങ്ങനെയാണ് ഞാൻ ഉപജീവനം നടത്തിയത്. അവർക്ക് വിറ്റിട്ട്, എൻ്റെ ശരീരം വിറ്റിട്ട് ഞാൻ ഉപജീവനം നടത്തി. അങ്ങനെ ഞാൻ ഈ എൻ്റെ ഇത്രയും കാലത്തെ ജീവിതം ഞാൻ അങ്ങനെ സ്ത്രീലമ്പടന്മാരായിട്ടുള്ള ധനാഗ്രഹികളായിട്ടുള്ള ആൾക്കാർക്ക് വിറ്റിട്ട് ഞാൻ ഇത്ര കാലം അതിനിന്ദ്യമായിട്ട് ആ ജീവിതവൃത്തി കൊണ്ട് ഞാൻ വെറുതെ എൻ്റെ ദേഹത്തിനെ ആത്മാവിനെയൊക്കെ ഞാൻ തപിപ്പിച്ചു, കഷ്ടപ്പെടുത്തിയെന്ന് അത്ര ദുഃഖം തോന്നുന്നുണ്ട്. അഹോമയാത്മാ പരിതാപിതോ വൃഥാ സാങ്കേത്യവൃത്യാദി വിഗർഹ്യ വാർത്തയാ സ്ത്രൈണന്നരാദ്യാർത്ഥ തൃശോനുശോച്യതാത് ക്രീതേന വിത്തം
രതിമാത്മനേച്ഛതി. അതായത് വളരെ ദുഃഖം തോന്നുന്നുണ്ട്. പിന്നെ എന്താണ് ഈ പിങ്കളയ്ക്ക് എന്താ വെച്ചാൽ രാത്രി കാത്ത് കാത്ത് ആരും വരാണ്ട് അങ്ങനെ കുറേ ദിവസമല്ലേ അങ്ങനെ ഈശ്വരനെ അറിയാണ്ട് ജീവിതം വ്യർത്ഥമാക്കിയല്ലോ, കഷ്ടം. അതായത് നല്ലോണം വൈരാഗ്യം പിന്നെ വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് അത്ര പശ്ചാത്താപം. 33. ഇനി പറയാണ്, അതായത് എൻ്റെ ഒരു ബുദ്ധി മോശം എന്നല്ലാണ്ട് എന്താ പറയുക, ഞാൻ കാമസുഖം രതിസുഖം പിന്നെ ആഗ്രഹിച്ചിട്ട് ഇങ്ങനെ മനുഷ്യ ശരീരത്തിനെ പിന്നെ എന്താണ് ആശ്രയിച്ചുല്ലോ ഭഗവാനെ മറന്നിട്ടെന്ന്. യദസ്തിഭിർനിർമ്മിത വംശവശ്യ സ്ഥൂണം ത്വച രോമനഖൈഃ പിനദ്ധം ക്ഷരം നവദ്വാരമകാരമേതദ്വിൻമൂത്രപൂർണം മധുപൈതികാന്യ. എങ്ങനത്തെ ശരീരത്തിനെയാണ് ഞാൻ സുഖത്തിന് വേണ്ടി പ്രാപിച്ചത്? അസ്ഥിഭി എല്ലുകൾ കൊണ്ട് നിർമ്മിത വംശ്യ അതെ വംശ്യസ്ഥൂണം അങ്ങനത്തെ, അതായത് എല്ലുകൊണ്ട് നിർമ്മിക്കപ്പെട്ട പിന്നെ എന്താണ് ഒരു ശരീരം, എല്ലുകൊണ്ട് മാത്രം നിർമ്മിക്കപ്പെട്ട, അതായത് അസ്ഥികൾ കൊണ്ട് നിർമ്മിച്ച, അതായത് ഈ എന്താ പറയുക, നമ്മളെ മുകളിൽ ഉള്ള ബിൽഡിങ്ങിൻ്റെ മുകളിലത്തെ എന്താ പറയുക മേൽക്കൂര, പിന്നെ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കഴിക്കോല്, തൂണ് എന്നിവയോട് കൂടിയ, അതാണ് പിന്നെ തൂണുകളോടും കൂടിയ ത്വച ത്വക്ക്. പിന്നെന്താ നമ്മുടെ ദേഹത്തിലുള്ളത് ത്വക്കല്ലേ, അതും. പിന്നെയോ രോമനഖൈഹി ത്വക്ക രോമങ്ങൾ നഖങ്ങൾ, പിനദ്ധം ചാൽ നിർമ്മിക്കപ്പെട്ടതും അതുകൊണ്ടൊക്കെ നിർമ്മിക്കപ്പെട്ട, പിന്നെ നമ്മൾ ശരി വച്ചാൽ ഒരു പെരമേയണ പോലെയാണ് നഖവും രോമമൊക്കെ എന്ന്. എന്നാലും എന്താണ് പിന്നെ വിൻമൂത്രപൂർണം, അതായത് മൂത്രവും പിന്നെ എന്താണ് മലവും ഒക്കെ നിറച്ചും ഉള്ളിലുണ്ട് നമ്മുടെ ദേഹത്തിൻ്റെ. ക്ഷര നവദ്വാരം അല്ലേ ക്ഷരനവദ്വാരം വെച്ചാൽ എന്താണ്? 9 ദ്വാരങ്ങളോട് കൂടിയതും, പിന്നെയോ വിൻമൂത്രപൂർണം, അതാണ് മലമൂത്രപൂർണവുമായ ഈ ശരീരമാകുന്ന ഏതത് അങ്കാരം, ഈ പൊട്ട ശരീരത്തിനെ, അറയ്ക്കുന്ന ശരീരത്തിനെ, മതന്യ കാ ഉപേതി, ഞാനല്ലാതെ മറ്റാരാണ് എനിക്ക് രതിസുഖം തരുന്നതിനുള്ള എനിക്ക് സുഖം തരാനുള്ള ഒരു ഉപകരണമായിട്ട് ഞാനല്ലാതെ, എന്നെപ്പോലൊരു വിദ്യയല്ലാതെ ആര് കാണും എന്നാണ് പറയണത്. അത് അത്ര ആലോചിച്ച് നോക്കിയാൽ മനുഷ്യ ശരീരത്തിൻ്റെ നമ്മൾ അങ്ങനെ ആലോചിക്കുമ്പോൾ ശരിക്കും അറയ്ക്കും നമുക്ക്, ഇല്ലേ? ഈ മനുഷ്യദേഹത്തിൽ ഒന്നുമില്ല വില ഉള്ളത്. എന്താ ഉള്ളത്? ഈ മുളകളെ കെട്ടിയിട്ടല്ലേ നമ്മൾ വീടൊക്കെ ഉണ്ടാക്കുക, അതുപോലത്തെ അസ്ഥികൂടം. പിന്നെയോ ഈ നമ്മൾ മേൽക്കൂരയൊക്കെ കെട്ടില്ലേ, അതിനുള്ള ചെറിയ മുളയുടെ കഷ്ണങ്ങൾ, തൊലിയും നഖം കൊണ്ടുമാണ് നമ്മൾ മൂടിയിരിക്കുന്ന ആ ദേഹമാകുന്ന വീടിനെ. പിന്നെയോ തൊലി കൊണ്ട് രോമങ്ങളെ കൊണ്ട് മൂടിയിരിക്കുന്നതും പഴുത്തൊലിക്കുന്ന നവദ്വാരങ്ങൾ, നമ്മുടെ ഏത് ദ്വാരത്തുനിന്ന് വരണതും നമുക്ക് വൃത്തിയാക്കി കളയാതെ വയ്യ. അതാണല്ലോ നമ്മൾ കുളിക്കുകയൊക്കെ ചെയ്യണ എല്ലാ നവദ്വാരത്തു നിന്ന് വരണ എല്ലാ വീൺമൂത്രവും ബാക്കിയൊക്കെ ഭയങ്കര വൃത്തികെട്ടതാണ്. അങ്ങനെ ഇരിക്കുന്ന നവദ്വാരങ്ങളോട് കൂടിയ ഇത്തരത്തിലുള്ള ഒരു ദേഹമല്ലേ, ഇത്തരത്തിലുള്ള ഒരു കുടില് പോലെയാണ് ഈ ദേഹം. ആ ദേഹമല്ലേ മലമൂത്രം നിറഞ്ഞതാണ്. ഇതിനെയാണല്ലോ ഈശ്വര ഞാൻ സുഖപ്രദമാണെന്ന് കരുതി ഞാൻ ഇത്ര കാലം ആശ്രയിച്ചത്. ഞാൻ എൻ്റെ നിർഭാഗ്യത്തിന് യാതൊരു കണക്കുമില്ല എന്ന് പറയുകയാണ്. അതായത് മനുഷ്യ ശരീരം എത്ര ആലോചിച്ച് നോക്കിയാൽ എത്ര മലിനമാണ്. നമ്മൾക്ക് പുറത്തേക്ക് കാണില്ലെന്നേ ഉള്ളൂ അല്ലേ? എല്ലാം കൊണ്ട് ആലോചിച്ചാലും വെറും ഒരു മുളകൊണ്ട് കെട്ടി ഒരു ചെറിയ വീട് പോലെയുള്ളൂ. മുള എന്ന് പറയുമ്പോഴേ അല്ല, മേൽക്കൂരയും എന്നിട്ട് അതിനെയൊക്കെ പിന്നെ എന്താ പറയുക, നമ്മൾ പറയൂലേ മേയണത് എന്താ, അല്ലെങ്കിൽ മേഞ്ഞ് അതിനെ ഉൾഭാഗം കാണാതാക്കി നമ്മൾ ഒരു ചുമരൊക്കെ ഇതൊക്കെ അടിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അകത്ത് എങ്ങനെയാണെന്ന് കാണില്ലല്ലോ. അതുപോലൊരു തോലും
കുറേ രോമമുണ്ട്. അങ്ങനെ ഒരു കുടിലാണ്, നിന്ദ്യമായൊരു കുടിലായിട്ട് പിന്നെ ഒരു ശരീരത്തിനെയാണല്ലോ ഞാൻ സുഖപ്രദമാണെന്ന് കരുതിയിട്ട് ഇത്ര കാലം ആശ്രയിച്ചത് എന്നവൾക്ക് വളരെ ദുഃഖം. ഈ ശരീരമാകുന്ന ഈ പൊട്ടപ്പുരയാണല്ലോ എനിക്ക് പിന്നെ സേവിക്കാനുള്ള നിർഭാഗ്യം ഉണ്ടായത്. ഞാനല്ലാതെ ഏത് വിഡ്ഢി ഇത് ചെയ്യും? അത്രയ്ക്ക് ദുഃഖമായി. യദസ്തിഭിർനിർമ്മിത വംശവംശ്യസ്ഥൂണം ത്വച രോമനഖൈഃ പിനദ്ധം ക്ഷരന്നവദ്വാരമകാരമേതദ്വിൻമൂത്രപൂർണം മധുവൈദികാന്യ. ഭഗവത് കൃപ കൊണ്ടാണ് അങ്ങനെ വൈരാഗ്യം വന്നത്. ഇനി 34. വിദേഹാനാം പുരേഹ്യസ്മിന്നഹമേകൈവ മൂഢധീ യാന്യമിച്ഛന്ത്യസത്യസ്മാദാത്മദാത് കാമമച്യുതാത്. 34. വിദേഹാനാം, അതായത് വിദേഹ രാജാക്കന്മാരുടെ അസ്മിൻ പുരേ, ഈ പട്ടണത്തിൽ മൂഢധി, ഒരു മന്ദബുദ്ധിയായവൾ, അഹം ഏക ഏവ, ഞാൻ ഒരുത്തി തന്നെയാണ് എന്ന് ഹി കാരണം, യാ അസതി, വളരെയധികം ദുഷിച്ചു പോയ ഞാൻ, ആത്മദാത് അസ്മാതി, ഈ ആത്മാവിനെ നൽകുന്ന ഈ ഭഗവാനേക്കാളും അകത്തന്നെ നമ്മുടെ ഉണ്ടേ, ആ ഭഗവാനെ മറന്ന, അതാണ് ആത്മദാത് അസ്മാത് അച്യുതാത്, ആത്മാവിനെ തന്നെ നമുക്ക് തരാൻ പിന്നെ നൽകാൻ കഴിവുള്ള ഈ അച്യുതനേക്കാൾ അന്യം കാമം, അതിനേക്കാളും വലിയൊരു സുഖം തരുന്ന ഒരു ആഗ്രഹിച്ചില്ലേ, ഇച്ഛന്തി, ഞാൻ ആഗ്രഹിച്ചു പോയി അല്ലേ. ഇത്രയും കാലം ഞാൻ ഒരു ഇങ്ങനെ ഉള്ളിലുള്ള ഭഗവാനെ പരിപൂർണമായിട്ട് മറന്നിട്ട് കഷ്ടം. ഞാൻ ഈ വിദേഹരാജ്യത്തിൽ, അതായത് ജീവൻ മുക്തനാണ് ജനക മഹാരാജാവേ, അതുകൊണ്ട് പ്രത്യേകം പറയാം, വിദേഹരാജ്യത്താണ് ഈ പിങ്കള, പിന്നെ മിഥിലയിൽ ആണ്. അപ്പോൾ പറയണേ, ഇങ്ങനെ ജീവൻ മുക്തനായിട്ടുള്ള ജനക മഹാരാജാവിൻ്റെ രാജ്യത്ത് ആത്മാവിനെ തന്നെ എനിക്ക് പ്രദാനം ചെയ്യാൻ കഴിവുള്ള ഭഗവാനെ വിട്ടിട്ട് ഈ അസത്യമായ ജഡമായ ഈ മനുഷ്യ ശരീരത്തിനെ ഭജിക്കുന്ന എൻ്റെ പോലുള്ള നിർഭാഗ്യവും മൂഢബുദ്ധിയും മന്ദബുദ്ധിയും വേറെ ആർക്കും ഉണ്ടാവില്ല. വളരെ വിഷമം. ജനക മഹാരാജാവ് എന്താ, ജീവൻ മുക്തനാണ്. അങ്ങനെയുള്ള ജനക മഹാരാജാവിൻ്റെ രാജ്യത്ത് ഞാൻ ഇങ്ങനെ എൻ്റെ ഉള്ളിൽ ആത്മാവിനെ തന്നെ പ്രദാനം ചെയ്യുന്ന, അതായത് അവനവനെ തന്നെ പ്രദാനം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ആ ഭഗവാനെ, അച്യുതനെ മറന്നിട്ട് ഞാൻ ഇങ്ങനെ മനുഷ്യ ശരീരത്തിനെ ആഗ്രഹിച്ചുവല്ലോ. എന്നെപ്പോലെ ദുർഭാഗ്യം ഉള്ളതും ബുദ്ധിയില്ലാത്തതുമായ വേറെ സ്ത്രീ വേറെ ഇല്ല. അതാണ് പറഞ്ഞത്. പാവം, ഭയങ്കര വിഷമായി. പിന്നെ അപ്പം നമുക്ക് 34 വായിച്ച് 35ലേക്ക് പോവാം. വിദേഹാനാം പുരേഹ്യസ്മിന്നഹമേകൈവ മൂഢധി യാന്യമിച്ഛന്തസത്യസ്മാദാത്മദാത് കാമമച്യുതാത്. കഷ്ടം, ഭഗവാനെ വിട്ടിട്ടേ. സുഹൃത് പ്രേഷ്ഠതമോ നാഥ ആത്മാചായം ശരീരിണാം തം വിക്രിയാത്മനൈവാഹം രേമേനേന യഥാ രമ. 35 അയം, ഈ ഭഗവാനോ പറഞ്ഞില്ലേ മുമ്പ്, അച്യുതൻ എന്ന് പറഞ്ഞല്ലോ, ആത്മദാത് അസ്മാത് അച്യുതാത് പറഞ്ഞില്ലേ, അതായത് ആത്മാവിനെ തന്നെ പ്രദാനം ചെയ്യാൻ കഴിവുള്ള അച്യുതനേക്കാൾ, അതാണ് അയം അച്യുത, ഈ അച്യുതൻ ശരീരിണാം, ശരീരത്തോടു കൂടിയ ജീവാത്മാക്കൾക്ക് സുഹൃത്തായിട്ടും, അതായത് നമ്മൾ ശരീരം ഉള്ളിടത്തോളം കാലം നമ്മൾ സുഹൃത്തായിട്ടും, പ്രേഷ്ഠതമാച്ച എന്താ, വളരെ ഇഷ്ടപ്പെട്ടവനായിട്ടും, നാഥനായും നമ്മളെ രക്ഷിക്കുന്നവനായും ആത്മാവായും ഇരിക്കുന്നു. തം, ആ അച്യുതനെ അഹം ആത്മനാവിക്രിയ, എൻ്റെ ആത്മാവ് കൊണ്ട് ഞാൻ വിലയ്ക്ക് വാങ്ങി, രമായഥ, ലക്ഷ്മി ദേവിയെപ്പോലെ അനേന രമേ, ഈ അച്യുതനോട് കൂടി രമിക്കും. ഇനി ഞാൻ ഇങ്ങനെ മനുഷ്യ ശരീരത്തിനുള്ള പിന്നാലെ പോണില്ല. അതാണ് പറയണത്. ശരിക്കും നല്ല റിയലൈസേഷൻ വന്നു. എന്നെപ്പോലെ ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പം എന്നിട്ട് പറയാണ്, സച്ചിദാനന്ദ സ്വരൂപനും നിത്യശുദ്ധ സത്യ ബുദ്ധ സ്വരൂപിയുമായിട്ടുള്ള ആത്മാവ് ഭഗവാൻ അല്ലെങ്കിൽ ആ അച്യുതൻ എല്ലാവർക്കും വളരെ വേണ്ടപ്പെട്ട ആളാണ്.
ആ എൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ആ ഭഗവാന് ഞാൻ എന്നെ പൂർണ്ണമായും ഞാൻ വിൽക്കാൻ പോവുകയാണ്. ഇതുവരെ പുറത്തുള്ള ആൾക്കാർക്കല്ലേ വിറ്റ ശരീരം. ഇനി ഞാൻ എന്നെ പൂർണ്ണമായിട്ടും എൻ്റെ ഉള്ളിലിരിക്കുന്ന അച്യുതന് വേണ്ടി ഞാൻ വിൽക്കുകയാണ്. എന്നിട്ട് ഞാനും ലക്ഷ്മി ദേവിയെ പോലെ ആനന്ദത്തിൽ മുഴുകാൻ പോവുകയാണ്. എനിക്ക് ഇനി ഒന്നും വേണ്ട. ഞാൻ എൻ്റെ ശരീരത്തിന് ഇനി ഒരാളൊക്കെ വിൽക്കുള്ളൂ. ആർക്കാണ്? എൻ്റെ അകത്തിരിക്കുന്ന അച്യുതന്. എന്നിട്ട് ഞാൻ ലക്ഷ്മി ദേവിയെ പോലെ സുഖമായിട്ട് ഈ അച്യുതനോട് കൂടി രമിക്കും. എനിക്കിനി വേറെ ഒന്നും വേണ്ട. അത്ര സ്ട്രോങ് ആയിട്ട് തോന്നി. ആദ്യം അങ്ങനെ എന്നെപ്പോലെ ബുദ്ധിമതി ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഇപ്പം നല്ലൊരു ഇൻസ്പിറേഷനായി. ആ ദുഃഖത്തിൽ നിന്ന് വന്ന, വൈരാഗ്യത്തിൽ നിന്നും വന്ന ആ പൂർണ്ണ ഭക്തിയായി. ഇനി ഭഗവാനല്ലാണ്ട് ആരും വേണ്ടെന്ന്. അതാണ് പറഞ്ഞത്. ഞാൻ ആ അച്യുതനിൽ മഹാലക്ഷ്മി പോലെ എല്ലാവരുടെയും ആത്മാവാണ്, നിത്യസത്യസ്വരൂപനാണ്, അല്ലെ, സച്ചിദാനന്ദ സ്വരൂപനാണ്, ബോധരൂപനാണ്. അങ്ങനത്തെ അച്യുതനെ ഞാൻ വിലയ്ക്ക് വാങ്ങാൻ പോവുകയാണ്. ഇത്ര കാലം ഞാൻ മനുഷ്യ ശരീരത്തിനല്ലേ എൻ്റെ ശരീരം എന്നെ വിറ്റത്. ഇനി ഞാൻ ഭഗവാനെ ഞാൻ വിലയ്ക്ക് വാങ്ങാൻ, മീൻസ് ഞാൻ എന്നെ തന്നെ കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ഭഗവാനെ മേടിക്കുന്നർത്ഥം. അതായത് ഞാൻ ഭഗവാനെ സർവാത്മന ആശ്രയിച്ചിട്ട് ലക്ഷ്മി ദേവിയെ പോലെ ഈ അച്ഛനോട് കൂടി ഞാൻ മാത്രമേ ഇനി ഞാൻ രമിക്കുള്ളൂ. സുഹൃത് പ്രേഷ്ഠതമോ നാഥ ആത്മാചായം ശരീരിണം തം വിക്രിയാത്മനൈവാഹം രമേനേനെ യഥാ രമ. രമ പറഞ്ഞാൽ മഹാലക്ഷ്മി. ഞാൻ രമയെപ്പോലെ രമിക്കും ഭഗവാന്റെ കൂടെ എന്ന്, അല്ലേ? അതായത് ലക്ഷ്മി ദേവി എപ്രകാരമാണ് ഭഗവാനോട് കൂടി രമിക്കുന്നത്, അതുപോലെ ഞാനും രമിക്കും. എന്നെ കംപ്ലീറ്റ്ലി സർവാർപ്പണം ചെയ്തിട്ടേ. പിന്നെ ബാക്കി ആരും സേവിക്കാൻ അർഹത ഉള്ള ആളല്ല എന്നാണ് ഞാൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. കിയത് പ്രിയം തേ വ്യഭജൻ കാമായേ കാമദ നരാഹ ആദ്യന്തവന്തോ ഭാര്യായ ദേവ വാ കാലവിദ്രുതാഹ. ആദ്യന്തവന്ത അതായത് പിന്നെ സൃഷ്ടിയും അല്ലെങ്കിൽ ജനനവും മരണത്തോടു കൂടിയ കാമാഹ, ഏത് വിഷയങ്ങൾ ഇവിടെ ഇരിക്കുന്നുവോ, അതായത് എല്ലാ വിഷയങ്ങളും എല്ലാ സുഖങ്ങളും ഉണ്ടാവും, നശിക്കും. അങ്ങനെയാണല്ലോ നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ കാണുന്ന സുഖം മുഴുവൻ ഉണ്ടാവും, നശിക്കും. ഒന്നും ശാശ്വതമല്ല. കാമദാഹ, ഈ കാമത്തിനെ നൽകുന്ന നരാഹ, മനുഷ്യന്മാർ ആരോ, കാലവിദ്രുത, കാലത്തിനാൽ നശിപ്പിക്കപ്പെട്ട, ദേവാഹ വാ, ദേവന്മാരും, അതെ, ദേവന്മാരും അനശ്വരന്മാരല്ല, തേ അവർ ഭാര്യായാഹ, ഭാര്യയ്ക്ക് കിയത്, എത്രത്തോളമാണ് പ്രിയം, കിയത് പ്രിയം, എത്രത്തോളം പ്രിയം തേ വ്യഭജൻ നൽകിയിട്ടുള്ളത്. എന്താ വെച്ചാൽ പിന്നെ എന്താ പറയണ വെച്ചാൽ ഈ എന്താ വെച്ചാൽ പിന്നെ എന്തോ അതായത് ഭഗവാൻ, സർവേശ്വരനായിട്ടുള്ള ഭഗവാൻ എന്തോ ഒരു മുജ്ജന്മ സുഹൃതം കൊണ്ട് എൻ്റെ നേരെ ഇതാ ഇപ്പം പ്രസാദിച്ചിരിക്കണു ഭഗവാൻ. ഞാനത് അർഹിക്കണമൊന്നുമില്ല. എന്തോ കാരണം കൊണ്ട് ഇതാ ഭഗവാൻ എൻ്റെ നേരെ പ്രസാദിച്ചിരിക്കുന്നു, സന്തുഷ്ടനായിരിക്കുന്നു. എന്തോ എൻ്റെ പൂർവജന്മ സുഹൃതം എന്നേ പറയാള്ളൂ. യത് ദുരാശയാഹ മേ സുഖാവഹ അയം നിർവേദ ജാതാണ്. എന്താ വെച്ചാൽ ഇതുവരെ വളരെ നിന്ദ്യമായിട്ട് ജീവിതം കഴിച്ച എനിക്കിപ്പോൾ ഇങ്ങനെ എനിക്ക് ആനന്ദം മാത്രം തരുന്ന തരത്തിലുള്ളൊരു വൈരാഗ്യം ഉണ്ടായി തീർന്നുല്ലോ. അത് ഭഗവാന്റെ ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതലുണ്ടെന്ന് പറയുകയാണ്. ഞാൻ എങ്ങനെയൊക്കെ ജീവിച്ച ആളാണ്, പക്ഷെ എനിക്കിപ്പം ഇങ്ങനെ ഭഗവാനെ തന്നെ മാത്രം മതി എന്ന് പറയുന്ന ഒരു വൈരാഗ്യം എനിക്ക് തന്നില്ലേ. അതാണ് എനിക്ക് വലിയൊരു എൻ്റെ ഒരു സുഹൃതം എന്ന് പറയുകയാണ്. അതായത് മനുഷ്യന്മാരും ദേവന്മാരും ഒക്കെ കാലപ്രവാഹത്തിൽ ഉണ്ടായി നശിക്കും. ഈവൻ ദേവന്മാരുടെ പിന്നെ പുണ്യഫലങ്ങളെ അനുഭവിക്കൽ കഴിഞ്ഞാൽ അവരും ഇവിടെ വന്ന് ജനിക്കുക. അപ്പോൾ അതൊന്നും ശാശ്വതമല്ല. മനുഷ്യന്മാരും ദേവന്മാരും ഒക്കെ ഈ കാലപ്രവാഹത്തിൽ ഉണ്ടാവുന്നു, നശിക്കുന്നു. ഈ സമുദ്രത്തിലെ കുമിളകൾ പോലെയാണ്. വെള്ളത്തിലുണ്ടാവുന്ന കുമിളകൾ ഒന്നുണ്ടാവും, നശിക്കില്ലേ, അതുപോലെയുള്ളൂ. അവർക്കൊക്കെ നമുക്ക്
അവർക്ക് തന്നെ ശാശ്വത സുഖമില്ല. അങ്ങനെ ശാശ്വത സുഖമില്ലാത്തവർക്ക് നമുക്ക് ശാശ്വത സുഖം തരാൻ പറ്റുമോ? അല്ലേ? എന്തോ കാരണം കൊണ്ട്, എന്തോ എൻ്റെ പൂർവജന്മങ്ങളിൽ ഞാൻ ചെയ്യുന്ന സുഹൃതം കൊണ്ട് ഭഗവാൻ ഇന്ന് എന്നിൽ അങ്ങേയറ്റം പ്രസാദിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഈ വൈരാഗ്യം ഉണ്ടായത്. ഈ വൈരാഗ്യത്തിൽ നിന്നാണ് എനിക്ക് ആനന്ദം തോന്നണത്. അപ്പം എനിക്ക് ഇങ്ങനെ ഒരു വൈരാഗ്യം ഉണ്ടായിട്ട് ഭഗവാനെ സർവാത്മന ആശ്രയിക്കണം എന്നുള്ളൊരു ബുദ്ധി ഭഗവാൻ തന്നത് എൻ്റെ ഒരു ഭയങ്കര സുഹൃതാണ്. ഭഗവാൻ എന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത ശ്ലോകത്തെ എന്താ പറഞ്ഞറിയോ? മൈവം 37 വായിച്ചിട്ട്, നൂനം മേ ഭഗവാൻ പ്രീതോ വിഷ്ണു കേനാപി കർമ്മണ നിർവേദോയം ദുരാശായ യന്മേ ജാതസുഖാവഹ മൈവം സ്യുർമന്ദഭാഗ്യായാ ക്ലേശ നിർവേദഹേതവ യേനാനുബദ്ധം നിർഹൃത്യ പുരുഷ ശമമൃച്ഛതി. എന്താണ് ഇതിൽ നമുക്ക് പറയണം നോക്കാം. 21 മിനിറ്റായപ്പോൾ നമുക്ക് ഈ ശ്ലോകം എന്തായാലും ചെയ്യാം. 38 അതെ, 38 എന്തായാലും ചെയ്യാം കേട്ടോ. അല്ല 30 ഭഗവാൻ പ്രസാദിച്ചു എന്ന് നമ്മൾ പറഞ്ഞുവല്ലോ. അതെ, 38. യേന പിന്നെ ഏതൊരു വൈരാഗ്യം കൊണ്ട്, ഇങ്ങനെ ഇപ്പോൾ വൈരാഗ്യം വന്നിട്ടാണല്ലോ ഇതായത്. അപ്പോൾ ഈ വൈരാഗ്യം കൊണ്ട് പുരുഷൻ അനുബന്ധം, അതായത് അവനവൻ്റെ ദേഹം ഗൃഹം മുതലായതിൽ ദേഹാഭിമാനിയായിട്ടുള്ള അനുബന്ധം, പുരുഷ മീൻസ് അനുബന്ധം ഇങ്ങനെ ദേഹാഭിമാനത്തിനെ നിർഹൃത്യ, ആ ദേഹമാനം ത്യജിച്ചിട്ട് ശമം മൃച്ഛതി മോക്ഷം പ്രാപിക്കുന്നുവോ നിർവേദഹേതവ അപ്രകാരമായ വൈരാഗ്യത്തിന് കാരണമായ ക്ലേശങ്ങൾ മന്ദഭാഗ്യായ ഭാഗ്യം കുറഞ്ഞ എനിക്ക് ഏവം ഇപ്രകാരം മാ സ്യുഹു ഉണ്ടാവുകയില്ല. എന്താണ് ഇതിൽ പറയണത് വെച്ചാൽ, എനിക്ക് ഭാഗ്യമില്ലായിരുന്നുവെങ്കിൽ, എനിക്ക് ശരിക്കും ഭാഗ്യം ഉണ്ടെന്നാണ് പറയേണ്ടത്. ഇത്ര കാലം ഞാൻ ഭാഗ്യഹീനയാണെങ്കിൽ ഇപ്പം എൻ്റെ ഭാഗ്യം ഉദിച്ചു. എനിക്ക് ഭാഗ്യമില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള അതായത് ആൾക്കാർ എന്നെ തഴഞ്ഞു തുടങ്ങി, അല്ലേ? ആരും വന്നില്ല അന്ന്. അപ്പോഴാണല്ലോ നിരാശയുടെ കാരണം. അങ്ങനെയാണ്. അന്ന് കാത്തിരുന്ന് ഒരാളും വരാത്തപ്പോഴാണല്ലോ അപ്പോൾ ദുഃഖമായി. ആ ദുഃഖത്തിൽ നിന്നാണ് നിരാശയും, ആ നിരാശയിൽ നിന്നാണ് വൈരാഗ്യം ഉണ്ടായത്. അപ്പോൾ പറയാണ്, ഞാൻ ശരിക്കും പറയാച്ചാൽ ഭാഗ്യം ചെയ്തവളാണ്. എനിക്ക് ഭാഗ്യം ഉണ്ടായിരുന്നില്ല വെച്ചാൽ ഇങ്ങനെ ഇപ്പം എനിക്ക് സംഭവിച്ച ഈ ഓരോ സംഭവങ്ങളൊന്നും എൻ്റെ വൈരാഗ്യത്തിന് കാരണമായി തീരില്ലായിരുന്നു. അതായത് ആ വൈരാഗ്യം കൊണ്ട്, ഇങ്ങനെ വൈരാഗ്യം വരുമ്പോഴാണ് മനുഷ്യന്മാർ ദേഹാഭിമാനമൊക്കെ വിട്ടിട്ട് പരമശാന്തി അടയാൻ ഇടയാവണത്. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം, ഭഗവത് കൃപ ഇല്ലെങ്കിൽ എത്ര ക്ലേശങ്ങൾ സഹിച്ചാലും വൈരാഗ്യം ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് ശരിക്കും നല്ല ഈശ്വരാനുഗ്രഹം ഉണ്ട്. ശരിയല്ലേ? എത്രയോ ആൾക്കാർ എത്രയോ ദുഃഖം അനുഭവിക്കണു. വെറുതെ ലോകത്തിനോട് ദേഷ്യമാവുക എന്നല്ലാണ്ട് അവനവന് വൈരാഗ്യമൊന്നും വരാത്തവർ നമ്മളെത്ര കാണാറുണ്ടല്ലേ? അപ്പോൾ എന്നോട് ഭഗവാൻ പ്രീതനായിരുന്നു, എന്നിൽ എനിക്ക് യാതൊരു സംശയമില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ ഈ ഭൗതിക സുഖങ്ങളുടെയും ഈ ദേഹസുഖത്തിൻ്റെയും രതിസുഖത്തിൻ്റെയും പിന്നാലെ പോയിരുന്ന ഞാൻ, എൻ്റെ ശരീരം തന്നെ വിറ്റ് ജീവിച്ചിരുന്ന എന്നിൽ ഇത്ര സുഖമായിട്ടുള്ളൊരു വൈരാഗ്യം ഉണ്ടാക്കിയത് ഭഗവാനല്ലേ? ശരിക്കും പറയാച്ചാൽ ഭാഗ്യമില്ലാച്ചാൽ, നിർഭാഗ്യവാനാണെങ്കിൽ എത്ര ക്ലേശിച്ചാലും ഈ വൈരാഗ്യം വരില്ല. അതായത് വിരക്തി വരാതെ ഒരിക്കലും നമുക്ക് ഭഗവാൻ മാത്രം മതിയെന്ന് തോന്നില്ല. അപ്പോൾ ഞാൻ ഒരുപാട് ഭാഗ്യം ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണ്. എനിക്ക് ഭാഗ്യമില്ലായിരുന്നു എങ്കിൽ ഈ അനുഭവങ്ങളെ കൊണ്ട് എനിക്ക് വൈരാഗ്യം വന്നിട്ടുണ്ടാവില്ല. ഭഗവാന്റെ കൃപയില്ലെങ്കിൽ എത്ര ക്ലേശം സഹിച്ചാലും ഈ നിത്യാനന്ദം നൽകാൻ കഴിവുള്ള വൈരാഗ്യം ഒരിക്കലും ഉണ്ടാവില്ല. അപ്പം ഞാൻ ശരിക്കും വളരെ അനുഗ്രഹീതയാണ് എന്ന് പറയാണ് പിങ്കള. അപ്പോൾ നമുക്ക്
38 വായിച്ചിട്ട് 39 അതും കൂടി വായിക്കാം. മെയ്വം സ്യുർ മന്ദഭാഗ്യായ ക്ലേശാ നിർവേദഹേ തവ യേനാനുബദ്ധം നിർഹൃത്യ പുരുഷശമമൃച്ഛതി. 39 കൂടി അങ്ങോട്ട് ചെയ്യാം കേട്ടോ. തേനോപകൃതമാദായ ശിരസാഗ്രാമ്യ സംഗതാഹ ത്യക്ത്വാ ദുരാശാ ശരണം വ്രജാമി തമധീശ്വരൻ. അതുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാ ലൗകിക ബന്ധങ്ങളും വിടാണെന്ന് പറയുകയാണ് കേട്ടോ ഇതിൽ. തേന അതായത് തേന അതുകൊണ്ട് അല്ല തേന വെച്ചാൽ ആ ഭഗവാനാൽ ഉപകൃതം എനിക്ക് അനുഗ്രഹിച്ച് തന്ന വൈരാഗ്യത്തിന് എനിക്ക് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം എനിക്കിപ്പോൾ വൈരാഗ്യം ഉണ്ടായത് അല്ലേ. ശിരസ ആദായ അപ്പോൾ ഭഗവാനാൽ നൽകപ്പെട്ട ഈ വൈരാഗ്യത്തെ ഞാൻ സ്വീകരിച്ചിട്ട് വളരെ വിനയത്തോടുകൂടി ആ വൈരാഗ്യത്തിനെ സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഏറ്റിക്കൊണ്ട് ഗ്രാമ്യസംഘം താഹ ഈ ലോക വിഷയങ്ങളെ ഗ്രാമ്യ സംഘം എന്താ സാധാരണയുള്ള ഈ ഭൗതികമായിട്ടുള്ള വിഷയങ്ങളിൽ ഭൗതിക സുഖങ്ങളുമായി ബന്ധപ്പെട്ട ദുരാശാഹ ത്യക്ത എൻ്റെ ഈ ഭൗതിക സുഖങ്ങളിലുള്ള ആഗ്രഹത്തിനെയൊക്കെ ത്യജിച്ചിട്ട് ത്യക്ത്വ അധീശ്വരം അധീശ്വരം ആ സർവനിയന്താവായ ഭഗവാനെ ശരണം വ്രജാമി ഞാൻ ശരണം പ്രാപിക്കുന്നു. തീർച്ചയായും നല്ലോണം ബോധ്യായി ഇനിയൊന്നും വേറെ വേണ്ടാന്ന്. എന്താ ഇപ്പോൾ ഇതിൽ പറഞ്ഞു വെച്ചാൽ അങ്ങയാൽ എനിക്ക് നൽകപ്പെട്ട ഈ വൈരാഗ്യം ഉണ്ടല്ലോ, ഈ വൈരാഗ്യത്തിനെ അങ്ങ് തന്നതാണ് എനിക്ക് എൻ്റെ പൂർവ്വജന്മ സുഹൃതം കൊണ്ട്. അങ്ങയാൽ എനിക്ക് നൽകപ്പെട്ട ഈ വൈരാഗ്യത്തെ ഞാൻ ശിരസാ വഹിച്ചിട്ട് ആ വൈരാഗ്യത്തെ ഞാൻ സ്വീകരിച്ച് എനിക്ക് ഈ ഭൗതിക സുഖങ്ങളിലുള്ള ആശകളെയെല്ലാം വിട്ട് ഈ ലോകത്തിൻ്റെ മുഴുവൻ നിയന്താവായ ഭഗവാനെ തന്നെ ഞാൻ ഇന്ന് തൊട്ട് സർവാത്മന ശരണം പ്രാപിക്കുന്നു എന്നാണ് പറഞ്ഞ് നമുക്ക് നിർത്താം. പിന്നെ മറ്റ് ബാക്കി നമുക്ക് അടുത്ത ദിവസം പിന്നെ ഇവിടുന്ന് 40 വായിച്ച് 39 വായിച്ച് നിർത്താം കേട്ടോ. തേനോപകൃതമാദായ ശിരസാ ഗ്രാമ്യസംഗതാ ത്യക്ത്വാ ദുരാശാ ശരണം വ്രജാമി തമധീശ്വരം. അങ്ങനെ ഭഗവാനെ സർവാത്മനാ ശരണം പ്രാപിക്കുന്നു. നമുക്കും എപ്പോഴും ഭഗവാനെ സർവാത്മനാ ശരണം പ്രാപിക്കാനുള്ള അനുഗ്രഹം നൽകണേന്ന് പ്രാർത്ഥിച്ച് ഇന്നിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം.